മനസ്സിലായില്ലേ പോയി സോനു ടിവി അണ്ണാ ചിലവർക്ക് റെഡിയാവും ചിലർക്ക് റെഡിയാവില്ല. പക്ഷെ അണ്ണൻ ഒരു കില്ലാടി തന്നെയാണ്. കില്ലാടി ബ്രോ സെറ്റ് ഞാൻ ചലഞ്ച് തന്നെ നോട്ട് ചെയ്തു. റബിൾ ബ്രോ പെബിൾ വാച്ച് 1200. വിഷ്ണു ബി ബ്രോ എണീറ്റില്ല. ഞാൻ ചലഞ്ച് സെറ്റ് അല്ലേ? ഹെൽപ്പായിട്ട് അവർ ഈ കളി വിട്ട് കൊടുക്കോ. ഞാൻ വിന്നർ മാത്രമേ ഉള്ളതാണ് വിചാരിച്ചു. അപ്പൊ 3 കളി കോച്ച് ചലഞ്ച് 3 മാച്ചസിന് 40 കിൽസ് വേണം. അതിൽ വരണ വിന്നർ വേണം. വിൽ ട്രൈ അവർ ബെസ്റ്റ്. ലെറ്റ്സ് ഗോ. സ്റ്റാർട്ട് ചെയ്തു. അണ്ണാ ഞാനാണ് ആ ഫോൺ കിട്ടാൻ ഏറ്റവും ഡിസർവ്. ഞാൻ ഫുൾ ആക്റ്റീവ് അല്ലേ? ഏത് ഫോണടാ? നിന്നെ കണ്ടിട്ട് കാല കുറച്ചായി. ഏത് ഫോൺ? ഞാന് നമ്മുടെ അടുത്ത എന്റെ ബർത്ത്ഡേ മാർച്ച് 28 അല്ലേ? അപ്പം ഞാൻ പറഞ്ഞ അന്നേരം ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള യൂട്യൂബിൽ ഇപ്പൊ ആക്റ്റീവുള്ള സബ്സ്ക്രൈബർ അല്ലെങ്കിൽ മോഡറേറ്റർ ആരാണോ അവർക്ക് ഒരു ഫോൺ ഗിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതന്നെ ഏറ്റവും ഡിസർവിങ് ഞാനല്ലേന്ന് ചോദിച്ചാണ്. അത് ടോപ്പ് വാച്ച് അവേഴ്സ് ആക്ടിവിറ്റീസ് എനിക്ക് ചാറ്റിൽ നോക്കുമ്പോൾ അറിയാമല്ലോ. ഓൾറെഡി ഞാൻ സ്ട്രീം വാച്ചിങ് അവേഴ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ചാറ്റിൽ എല്ലാം മോഡറേറ്ററിൽ എപ്പോഴും ഉള്ളത് ആരാണെന്ന് നോക്കിയിട്ട് അങ്ങനെ. ഞാൻ ജിപേ വായിച്ചു. താങ്ക് യു സോ മച്ച് ബ്രോ ഫോർ ദ 500 rupees. ഇല്ല വേറെ ആരും അയച്ചോ ജിപേ? കൊച്ചൊന്ന് ജമ്പി ഇടക്കഥ. എന്നാ എനിക്ക് ഒരു ഷൂ മേടിച്ചു തരുമോ? ഞാനിപ്പോ മറ്റേ ആമസോൺ സൈറ്റിന്റെ മുതലാളിയാ. ഇടക്കിടക്ക് താരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. റിമോട്ട് കാർ വിട്ട് കുമ്പളൊപ്പം വാങ്ങിട്ടാണ്. അമൽ ഷിജു അമ്മാളായിരിക്കും. അമ്മാളോ. ആരുമില്ലല്ലോ കോച്ചിന്. ശ്രദ്ധിച്ചില്ല. മാറിയില്ലടാ 2 ദിവസമായിട്ട്. അത് തന്നെ പനി തന്നെ. ഈ സാധനങ്ങളൊക്കെ പിക്കാൻ ഡിലേ പോലെ എന്താ ഇങ്ങനെയാണല്ലോ സ്റ്റേഷനറി കട തുടങ്ങിയാലോ? ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരും അതല്ലേ? ഈ വീട്ടില് ബാണോസില് ഒരു ഇതുണ്ടേ. ബാണോസിലൊരു എന്താണ് എമർജൻസി പിക്കപ്പ് ഉണ്ട്. അതൊന്ന് ഓർത്തിരിച്ചേ. ഇപ്പോഴും ആവശ്യം വന്നത് ഈ ബാണോസ് എന്നാ ഒരു പച്ചക്കറി കട തുടങ്ങുന്നത്. പരിപാടി ഈ പോക്കാണ്. ഇവിടെ ഇപ്പൊ ഒന്നും തോക്കില്ല. എന്തൊക്കെ വീട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഹലോ ഇല്ലാത്തതാണ് ജോക്കി ചാനലിൽ ആയിട്ടാണ്. ഞാൻ ചാറ്റ് ക്ലോസ് ചെയ്തല്ലേ. അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാൻ കേട്ടോ. എടാ എനിക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് UPI ആണ്. കാർഡൊക്കെ എവിടാന്ന് പോലും അറിയത്തില്ല. മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാൻ സത്യം പറഞ്ഞു. എന്നാ അയച്ച അവന്റെ വാച്ചിന് ചെറിയ തുക. നീയാണോ അയച്ചത്? പാലക്കാട് ശശി ഇവിടെ വന്നോടാ. പാലക്കാട് ശശി ഇവിടെ ഉണ്ടായിരുന്നത്. അത് കൊള്ളാം. ഞാൻ ഇവിടെ വന്നിട്ട് പാലക്കാട് ശശി എന്ന് പറഞ്ഞ അറിയത്തില്ലെന്ന് ചോദിച്ചു. ഞാൻ നേരെ മിസ്റ്റേക്ക് എടുത്ത് തപ്പുന്നു. പക്ഷെ കിട്ടുന്നില്ല ആരെന്നത്. നേരത്തെ സാധനം പുതിയ മറ്റല്ല സ്ഥിരം ടീമുകളുണ്ടല്ലോ. അതിനകത്ത് പുതിയ കണ്ണി എന്ന് വിചാരിച്ചിരിക്കരുത്. PLD കക്കാശി എളുപ്പമുണ്ട് വിളിക്കാൻ പാലക്കാട് ശശി. അപ്പം നിന്റെ വാച്ച് മേടിച്ചതായിട്ട് ഷാദ് 500 രൂപ വെച്ചിട്ടുണ്ട്. അപ്പം നിന്റെ വാച്ച് മേടിച്ചു തരാം. ഓക്കെ, ബാക്കി മേടിച്ചു തരാം. വിഷ്ണു പിന്നെ എനിക്കൊരു മെസ്സേജ് നീ ഇൻസ്റ്റയിൽ ഇട്ടേരെ. ഇപ്പൊ എത്ര വിഷ്ണു ബികൾ മെസ്സേജ് ഇടുന്നുണ്ടോ ഇനി വാച്ചെന്നും പറഞ്ഞു. ഏത് വാച്ചടാ? എന്തോ പെബിളിന്റെ 1200 രൂപയുടെ വാച്ചെന്ന്. പെബിളാ?
കേട്ടിട്ടുണ്ടോ ബ്രാൻഡ്? ജെൻസനുണ്ടോ? അഴകേ ചങ്കുലക്കേട ചോദ്യം ഇതെന്തേ ഇരിക്കണൊരധികവിദ്യേ നമ്മളുടെ എന്തൊക്കെയാ നടക്കുന്നത് നമുക്ക് സ്റ്റലിന് മറക്കൊരു കാര്യം എന്തോ അല്ല 3 കളിയിൽ 40 കിലോ എടുക്കണം, ഒരു കളി ഡിന്നർ എടുക്കണം ടോട്ടൽ ടീം. ഭയങ്കര പ്ലസ് കൊണ്ടൊക്കെ ഭയങ്കര പാടാണ്. നമ്മളെ ഇന്നലത്തെ ഫോമിലൂടെ 2 കളി തീർന്നതല്ലേ കൊച്ചത്. മേഞ്ഞാത്ത ഫോമായിരുന്നെങ്കിൽ രാത്രി അയ്യോ അടിച്ച് പിരുത്ത നമ്മള് വൈപ്പായിരുന്നു. സെർവർ വൈപ്പായിരുന്നു. இன்னைக்கு திருப்பி அதே ஆப்பர்ச்சுனிட்டி வந்திருக்கு. I will get it for you. ഇന്നലെ ചലഞ്ച് തന്ന് അപ്പൊ നമുക്ക് അടിക്കാൻ പറ്റിയില്ല. அதுக்கு தான் ஸ்கூல் போய் படின்றாங்க, வேற எதுவும் இல்ல. അത് തിരക്കാണ് കേട്ടാ. 2 പേർക്ക് കൊടുക്കാം, നിങ്ങൾക്ക് 2 പേർക്കും ബാധ കൊടുക്കും. ഇല്ല എനിക്കത് മനസ്സിലായി. സൂപ്പർ. എന്റെ കീ ഉണ്ട് ഇവിടെ എനിക്ക് വരും ടൈം. എനിക്ക് ഹെൽമെറ്റ് വാങ്ങിക്കാറില്ല, ഇല്ല ഒരു സ്കോപ്പ് ഇവിടെ ഓളം ഉണ്ടട്ടാ. ഒരു സ്കോപ്പായിട്ട് കൂട്ടോളാം. എന്നാ ഒരു ചലഞ്ച് വിഷോ വിജയനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 500 വേണ്ട കുഴപ്പമില്ല. അണ്ണോയ് ഒരു സ്നൈപ്പർ ഡിയമർ കണ്ടുപിടിച്ചാൽ 6x തരാം. എന്റെ സ്നൈപ്പർ ഡിയമർ ഉണ്ട്. തലേവൻ തരൂ. കണ്ടാ ഇന്നെന്റെ ബാഡ് ഡേ ജോയിന്റ് അടിക്കണം. ഏത് പാട്ടാണ് ഇഷ്ടം? എന്റെ ഏത് പാട്ടാണ് ഇഷ്ടം? എനിക്ക് ബാഡ് ഡേ ഇഷ്ടം. എനിക്ക് 6 മതി. 8 വെച്ചോ. എന്റെ 8 ഒക്കെ കൊണ്ടാടാ. നമുക്ക് ഇങ്ങനെ ഓരോരുത്തർ എടുത്തിട്ട് ബ്ലൈൻഡ് ഡ്രിബിളിനെ ഫോളോ ചെയ്തിട്ടുണ്ടോ? പറയാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ബിഗ് ഫാനാണ്. അമ്മ പയ്യന് വാച്ച് വാങ്ങാൻ ഈനാൻ പറ്റിയുടെ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് തോന്നുക. ഞാൻ മേടിച്ചു കൊടുക്കാം, ഇതാരും വയ്ക്കണ്ട ബാക്കി. അപ്പൊ നിങ്ങളെല്ലാരും കൂടി ബാക്കിയുള്ളവർക്ക് സാധനം മേടിക്കുന്ന കടയല്ലേ എന്റെ ലൈവ്. എല്ലാരും ദൈവമേ നല്ലത് കുറച്ച് മുന്നണേ ഇത് വേണം. കുറച്ച് വണ്ടി എടുത്തോ. ഇവിടെ ഇവിടെ വിശ്വാന്ന് വേറുള്ളവന്മാരൊക്കെ കിടന്ന് പുഴുക്കുമായിരിക്കും. എല്ലാരും എന്റെ ഫാൻസ് ആയടാ. എല്ലാരും ഫാൻസ് ആയതല്ല, നിന്റെ ഒരു ന്യായമായ ആഗ്രഹം എന്നുള്ള രീതിയിലാണ് അവർ മേടിച്ച് എല്ലാരും തരാന്ന് പറയുന്നത്. ഫാൻസ് ആയില്ല, എല്ലാരും എന്റെ ഫാൻസ് ആയത്. ഇതിപ്പോ 74 മെമ്പർഷിപ്പ് മോർ ഫോർ 2000 മെമ്പർഷിപ്പ് ഗെയ്സ്. എല്ലാരും എന്റെ ഇടയ്ക്ക് എവിടെ പോകുന്നു? കുറച്ച് ദിവസം ഇല്ല കോച്ച്, ഞാൻ മാറില്ല കോച്ച്. നിങ്ങളെല്ലാരും ഒന്ന് കുനിഞ്ഞിരിക്കണം, ഞാൻ കേറി പോയായിരുന്നു. അന്ന് താങ്ക്സ്, അന്ന് നല്ലൊരു നെയിം. ഇവിടെ മോസിനുണ്ട്, എടുത്തോ. അവനൊക്കെ ഫേമസ് ആയിപ്പോയി ആ പേരിട്ടതിന് ശേഷം. ഫാൻസ് പേജ് എടുത്തോട്ടാ. അയ്യോ എന്നാ എടുത്തോ. എന്റെ മറ്റേ നശിപ്പം തോക്കഴിക്കുന്നു. ഓ 400 നടൻ. കോച്ച് C4 400 നടൻ. എടുത്തേ எடுக்கிறேன் போய் இங்க எங்கோ இருக்குது. பை பை, நான் கிளம்புறேன். டாடா. അവിടെ ഇതിലിപ്പുണ്ടായിരുന്നു ബാൻഡേജ് ഇല്ലേ? പോയാ കോച്ച് എമർജൻസി പിക്കപ്പ് அங்கதான் இருக்கு. ഇതിന്റെ ഇതിലല്ലേ? ബാക്കി പോയി എടുക്കാൻ കോച്ച്. എന്നിട്ട് അതിപ്പോ അതിലല്ലോ. I'm going there. ഷൂ ഇല്ല അണ്ണാ, ഷൂ മേടിക്കാൻ പൈസ ഇല്ല, ഒരെണ്ണം വാങ്ങി തരുമോ? എടാ വാച്ചിന്റെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഷൂലോട്ട് എത്താം. ഓക്കെ, ഇനി കുറച്ച് ആളും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്യും, 2 ആഴ്ച കഴിഞ്ഞ് ഷൂ സെറ്റ് ചെയ്യാം. ഈശ്വര
ഇത് പുതിയ ട്രെൻഡ് ആണ് കേട്ടാ. കേരളത്തിൽ പുതിയ ട്രെൻഡ് വരാണ്. ശ്രീനിവാസന്റെ ചാറ്റി ഫൈൻ ഇപ്പൊ വരും. ഇവിടെ അല്ല കൊച്ചു ബാണോസ് ഓ മീനോ ഇവിടെ വേറെ ഉണ്ടോ? നിർത്തി ഇല്ല நான் சொல்றேன். we don't അല്ല stream, മേളിൽ ഒരെണ്ണം ഉണ്ടാവും കൊച്ചു അതാണ്. just play ஓ game. ஓகே 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 நான் வா 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 ചിങ്ക புரிஞ்சு வச்சுட்டு ഓടി പോണോക്കിയേ. അത് വന്ന ഒരു ബാഗ് കാലിക്കൂടെ കേറി ജോക്കി ഈ കമന്റ് വായിച്ചാൽ എന്റെ ഫ്രണ്ട് അദ്വൈത് കുണ്ട് പോയി, ആള് പോയി. ഇല്ലടാ നിന്റെ തെറ്റ്, നിന്റെ കണ്ണൂടെ തെറ്റായിരുന്നു കേട്ടോ. അല്ല ജോക്കി പോയി എന്നാ പിന്നെ എനിക്കൊരു ടയർ അടിച്ചു പൊട്ടിച്ചോ വണ്ടിയുടെ. ഞാനത് അടിച്ചോട്ടെ. എനിക്ക് പിക്കപ്പ് കിട്ടിയെങ്കി പറ. ഇപ്പൊ മേളിൽ കൊച്ചു മേളിൽ கீழ ഇല്ല ഇവിടെ താഴെ ആയിരുന്നല്ലേ, ഇവിടെ ആയിരുന്നല്ലേ എനിക്ക് 4 എണ്ണം വേണോടാ. അല്ല ഞാൻ അപ്പുറത്തെ വണ്ടിയുടെ ഓടിച്ചോളാം. വെയിറ്റ് വണ്ടി പോകച്ചോ. അല്ല വേണമെന്നില്ല. എടാ ഒരു 2 എണ്ണം എനിക്ക് തരുവാടാ. എന്നാ വേഗം പിടിച്ചു. ഈ വണ്ടി ടയർ പെട്ടെന്ന് പൊട്ടിക്കും. അടി എന്റെ മിഷൻ മറ്റേത് കണ്ടുകൂടാ. എന്നാ എന്റെ ജെട്ടി മൊത്തം ഹോള് ന്യൂ ജെട്ടി മേടിച്ചു തരൂ. ഞാൻ കിടക്കുന്നില്ലടാ തൊളയൊക്കെ വീണെന്ന് പറയുന്നത് സംഭവിക്കാൻ പോകുള്ളൂ. ഞാനും തൊള്ളേക്കുള്ള ഇട്ടിട്ടില്ല. ആരും പിറ്റോലി നോക്കുന്നില്ല. നീ മറ്റേ വല്ല ഹോസ്പിറ്റലിൽ വല്ല ഹോസ്പിറ്റലിൽ പോകുമ്പോ വല്ല അയ്യോ അതെ അപ്പൊ വരെ കീറാത്ത സാധനം ഇട്ടുകൊണ്ട് പോയാൽ മതി. വരെ ആകെ എന്റെ ചന്തി കാണത്തുള്ളൂ, വേറെ ആരും കാണാനൊന്നുമില്ല. ഇറങ്ങണം. പിത്തളിന്റെ പഴയ 2 കഥ പറയുക, സ്ട്രീം ലേശം ഫണ്ണാവട്ടെ. അവിടെ പിത്തളിലെ കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാടിന്റെ കഥ പറയട്ടെ എന്ന് പറയുന്നത് ആയിട്ടോട് പിത്തള്. ഇവിടെ പിത്തള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ആ പിത്തളുടെ സ്ട്രീം എൻജോയ് ചെയ്യാൻ നിങ്ങൾക്കൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊന്നും ഒരു യഥാർത്ഥ ഒരു വ്യൂവർ അല്ല. പിത്തളുടെ സ്ട്രീം എൻജോയ്, ഞാൻ സീരിയസ്ലി പറയാം, ഞാൻ രാവിലെ എണീച്ച് കഴിഞ്ഞ് ഞാൻ പണ്ട് എറണാകുളത്തുള്ള സമയത്ത് ഞാൻ ആകെ കാണുന്ന ഒരേ ഒരു ലൈവ് പിത്തളിൻ്റെ. ഞാൻ രാവിലെ അടിച്ച് വേറെ ലൈവുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുമെന്നല്ലാതെ അധികമൊന്നും കണ്ടുകൊണ്ടിരിക്കില്ല. പക്ഷെ പിത്തളിൻ്റെ ലൈവ് ഉണ്ടെങ്കിൽ ഞാനും സാറേയും കൂടി ഇരുന്ന് മറ്റേ എന്തെങ്കിലും കഴിക്കാൻ പോകണമെങ്കിൽ പോലും കഴിക്കാൻ നേരത്തെ അതെടുത്ത് വെച്ചിട്ട് നമ്മളിരുന്ന് ചിരിച്ചിരുന്ന് കാണും. അത്രയ്ക്ക് അതൊരു കാണാതിരിക്കാനും ഉള്ള സാധനങ്ങളുണ്ട്. ഇത്ര സീരിയസ് ആവുന്നത് പോലും കാണുമ്പോൾ ചിരി വരും. അത്രയ്ക്ക് രസമാണ് കാണാൻ. നിങ്ങൾ ആരും എന്തുകൊണ്ടാണ് പിത്തളിൻ്റെ ലൈവ് കാണാത്തത്? നിങ്ങൾ 2 ദിവസം പിത്തളിൻ്റെ ലൈവ് കണ്ടുപോകും. നിങ്ങൾ പിന്നെ എൻ്റെ ലൈവിൽ മറ്റേ എനിക്ക് ധോനിക്ക് മനസ്സിലായിട്ട് ധോനി എൻ്റെ ലൈവിൽ നിന്ന് അങ്ങോട്ട് പോയത് അത്രയും പേരുണ്ട്. എന്നുവെച്ചാൽ അത്രയും ഉണ്ട് ആ ലൈവ് കാണാൻ. നിങ്ങൾക്കത് മനസ്സിലാക്കണം. നിങ്ങൾ നാളെ തൊട്ട് പിത്തളിൻ്റെ ലൈവിലോട്ട് ഒന്ന് എത്തി നോക്ക്, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലാസ്റ്റ് ടൈം. അണ്ണാ ഡെയിലി രാവിലെ എൻ്റെ ഫസ്റ്റ് കാണുന്നത് കണ്ണൻ ചേട്ടനെ കാണുന്നത്. ഏതോ കാഴ്ചമാരോട് അവിടെയാണോ? ഇങ്ങോട്ട് പോയി നമ്മളെ അടിക്കുന്നുണ്ട്. പക്ഷേ എങ്ങോട്ട് പോകണം? വണ്ടി അവിടെ ആള് കോച്ച് കൊണ്ട് ഇറങ്ങട്ടെ. ഇവിടെ ആളുണ്ട്. 10 കേട്ടോ പക്ഷെ നമുക്ക് എവിടെ ഇറങ്ങി ഇവിടെ തേർഡ് പാർട്ടി പണം. ഇറങ്ങി കേട്ടോ. ഇവിടെ കാളറാ അവിടെ ഇത് 2 knocks അവിടെ. ഇങ്ങോട്ട് വേണം. ഇതിന്റെ ബാക്കിയാ വേറെ സൈഡിലോട്ട് കൂടി കഴിവേറെ കുട്ടന്മാരെന്നാ ഇങ്ങോട്ടാണ് വരാൻ പറഞ്ഞേ. അമ്മാർക്ക് വേറെ ഫൈറ്റ് വന്നേ.
நைஸ்ரா ட்ரீ பின்னாடியா ഇനിയുണ്ട് പക്ഷെ ഫ്രണ്ടിൽ നിന്നുമാരെ അടിക്കുന്നുണ്ടായിരുന്നു അവര്. I think the tree. ആ ചത്തട്ട. നിങ്ങളുടെ വണ്ടക്ക് പാരച്ചൂട്ട് എടുത്ത് ഇറങ്ങുന്നേ. എടാ എന്തിനാടാ അവിടെ തന്നെ ഇരുന്നത്? എന്നാ ബാക്കിൽ നടിയുന്നു. നിങ്ങളുടെ ബാക്കിൽ എടുത്ത് ഇറങ്ങണേ. ഷാക്കിൽ ഇറങ്ങി ഓറഞ്ചിൽ. വെയിറ്റ് ചെയ്യടാ. വെയിറ്റ് ചെയ്യടാ കുട്ടാ. പക്ഷേ ചാക്കിലിറങ്ങി പക്ഷേ ലോക്കായ ശിവനെ പൊക്കാനല്ലേ. ലോകം മുഴുവൻ നമ്മളെ മണ്ടയിലേ വരുള്ളൂ. എനിക്ക് അറിയാത്തണ്ട് ഞാൻ ചോദിക്കുന്നു. നീ എവിടെ പോയി ഇറങ്ങടാ ഫ്ലഫി? എന്നാ ഫൈറ്റ് വന്നപ്പോ ഞാൻ മാറി ഇറങ്ങിയത്. Rebel leftல sound കേக்குது. സൈഡ് ആയി പോയി. നമ്മളിവിടെ നിന്നാ പൂജ്യം കാഴ്ച ശേഷം വല്ല കുഴപ്പമില്ല. Smoke இருக்கா? അവര് ഷെൽട്ടറിനെ ഉണ്ടാക്കി വന്നു. ഷെൽട്ടറിൽ ആരെയോ നോക്ക്. ഇല്ല ആ മറ്റേ ഇതാണ് ലിങ്ക്സ് വെച്ചാൽ ஆமா லிங்க்ஸ் வச்சு ஷெல்டர்ல சுட்டவன அது நாக். പക്ഷെ ഇവിടെ ഒരു വണ്ടി ഉണ്ട്. പക്ഷെ ഇതെടുത്ത് പോവാ. அது எடுக்கிறதுக்கு தான் ட்ரை பண்ணேன். എല്ലാ സൈഡും അടിക്കറാണ്ടാ. ഫൈറ്റ് എടുക്കാതടാ. പക്ഷെ അല്ല ഫ്രണ്ടിൽ നിന്ന് പോണെങ്കിൽ അവന്മാരെ അടിക്കണ്ടേ? അതാണ്. പക്ഷെ ഇവിടെ ഒരു ഈ റിഡ്ജ് വന്നാൽ അടിക്കാം. ഞങ്ങൾ നിൽക്കുന്ന റിഡ്ജ് അടിക്കാം. പിന്നെ പിന്നാടിൽ നിന്ന് അടിച്ചാൽ മതി. അല്ല ഇവിടെ വന്നാൽ ക്വസ്റ്റൻ അടി കിട്ടില്ല. ബാക്കിൽ നിന്ന് അടി കിട്ടില്ല. അതെ എടാ ഹെൽമെറ്റും വേടാ കൊച്ച് കൊച്ചിനകത്ത് 5 വർക്ക്. ആര് നേടിട്ടാര് മറന്നോടന്നാ. ആ മരം അതൊക്കെ എന്തിനടാ കേറി പോണത് വീണ്ടും? വണ്ടി അടിച്ചു മരിക്കട്ടെ. പക്ഷേ അത് ഫ്ലാഷ് ആരടിക്കട്ടെ മയില് ലോ ആണ് കൊച്ചോട്. നീ എന്തിനാടാ നിന്റെ അടുത്തല്ലടാ ഞാൻ പിന്നെ പറഞ്ഞ നമുക്ക് വലിയ ഫൈറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് വെയിറ്റ് ചെയ്ത്. അപ്പൊ നീ പിന്നെ പോയി അടിക്കണേ എനിക്ക്. തല പൊക്കിയിട്ടുള്ളൂ. ഞാൻ പീക്ക് പോലും ചെയ്തിട്ടില്ല. അങ്ങോട്ട് പോയ എന്തിനാ എവിടെ അടി കിട്ടിയോണ്ടല്ലേ ഞാനേ ബാക്കിലോട്ടോ തിരുന്നത്. ഞാൻ ആ കോച്ച് എടുത്ത പെട്ടിക്കകത്ത് കുരിഞ്ഞ് തല പൊക്കി അടി കിട്ടി. നിന്റെ സ്മോക്കൊന്നും ഇല്ലേ ലൂട്ട് ചെയ്യാൻ വിടാനായിട്ട്? എങ്ങനെ അടിച്ചെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. അവിടെ സ്മോക്ക് ഉണ്ടായിരുന്നു. ലൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ സ്മോക്ക് പോയത്. നീ ലെഫ്റ്റിൽ പോയെന്നല്ലേ അടിച്ചത്. ആ സ്മോക്ക് ഒക്കെ ഇവിടെ കിടക്കുന്നു. ഇതുമായിട്ടൊരു ബന്ധവും ഇല്ല. മെമ്പർഷിപ്പ് ഒരു അരക്കും ഇല്ലല്ലോ. അത് സത്യം. നമ്മള് മറ്റേ ഷോപ്പിംഗ് കഥയിലോട്ട് പോയപ്പോ പിന്നെ ആരും മെമ്പർഷിപ്പ് പിന്നെ എടുക്കുന്നില്ല. போச்சுன்ட்டான். போய் 1/2 மணி நேரம் ஆகுது. ഫസ്റ്റ് കളി പോയി കേട്ടോ നമ്മളെ. ഫസ്റ്റ് കളി ഇപ്പൊ വലിയ കില്ലൊന്നും ഇല്ല. ഫസ്റ്റ് കളി കില്ലേ ഇല്ല. ആ ഒരു സ്കോഡിനെ അടിച്ചത് മാത്രമേ ഉള്ളൂ. 4 കില്ലെന്തരേ ഉള്ളൂ. അപ്പൊ ഇനി 36 കിട്ടി 2 കളി എടുക്കണമെങ്കിൽ 2 ഡിന്നർ മിനിമം അടിക്കണം. അല്ലാതൊന്നും നടക്കില്ല. ഇതെല്ലാം ലൈക്ക് അടിക്ക്. യെസ് അരക്കൂർ WC ഓടിയാൻ പറ്റി പ്രായം. ആരും ലൈക്ക് അടിക്കുന്നില്ല എന്നാ. ടീം കിൽ കൗണ്ട് ചെയ്തോന്ന്. ടീം കിൽ കൗണ്ട് ചെയ്തു ഇപ്പൊ കാണിക്കും. ഇത് ഫസ്റ്റ് കളിയിലല്ലേ ഇതിപ്പോ. എടാ ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ആയാല് ശരിയാവില്ല. നമ്മളെ ഒന്നെങ്കിൽ ആ ടവർ ഇറങ്ങിയിട്ട് ഫൈറ്റ് എടുക്കുന്ന ടവറുള്ളവന്മാരെ പയ്യെ പോയി ഇറങ്ങി അടിക്കണമായിരുന്നു. ഞാൻ അവിടെ ഇറങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ അപ്പത്തേക്ക്